വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ കുറേ സ്കെയിലുകളുണ്ടല്ലോ. നമുക്ക് എൽ സ്കെയില്, ഹിപ്പ് കർവ് സ്കെയില് അങ്ങനെ കുറേ സ്കെയിലുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു യൂസസാണ് ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോയാണ്. അപ്പം എന്തായാലും ആ ഒരു സംശയം ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തിരുന്ന ടൈമിൽ എനിക്കും ഉണ്ടായിരുന്ന കുറേ സംശയങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അത് ആവശ്യപ്പെട്ടപ്പോൾ അതൊന്ന് പറഞ്ഞു തരാമെന്ന് കരുതി അങ്ങനെ ഒരു ചെറിയ വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ് അറിയാവുന്നവർക്ക്, താല്പര്യമുള്ളവർക്ക് ഒക്കെ ആഗ്രഹം കാണും കട്ടിംഗ് ടേബിളിൽ ഇതുപോലെയുള്ള കർവ് സ്കെയിലുകൾ, ഈ സ്കെയിലുകളെല്ലാം വേണമെന്ന്. അപ്പോൾ അതിൻ്റെ ഓരോ യൂസസും കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ സ്റ്റിച്ചിങ്ങിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ടേപ്പും മെഷറിംഗ് ടേപ്പും ചോക്കും കത്രികയും തന്നെയാണ് അളവെടുക്കുന്നതിന് അത്യാവശ്യമായിട്ടുള്ളത്. പിന്നെ അത് ചില ചെറിയ ചെറിയ കാര്യങ്ങളിൽ സഹായിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സ്കെയിലുകൾ യൂസ് ചെയ്യുന്നത്. ഇതിനകത്തും നമുക്ക് ഇഞ്ചും സെൻറ്റിമീറ്ററും ഒക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു സ്കെയിലുണ്ട്, കണ്ടോ. അപ്പോൾ ഇത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള വരയ്ക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന് പകരവും നമുക്ക് ടേപ്പ് യൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഇത് എൽ സ്കെയില്. ഈ ഒരു സ്കെയില് നമുക്ക് തുണിയുടെ ഒരു കറക്റ്റായിട്ടൊരു സ്ക്വയർ പോർഷനൊക്കെ വരയ്ക്കണമെങ്കിൽ ഈ ഭാഗം ഉപയോഗിച്ചിട്ട് വരയ്ക്കാം. അതൊക്കെ ഓരോ തുണിയും എടുക്കുമ്പോൾ അതിൻ്റെ ചില തുണി ചെരിഞ്ഞൊക്കെ പോയിട്ടുണ്ടാവും. കട്ട് ചെയ്ത് നമുക്ക് കിട്ടുമ്പോൾ ചെരിഞ്ഞ് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഈ സ്കെയിൽ വെച്ചിട്ട് ആ തേര് ഭാഗത്ത് ഈ ഒരു വശം വരുന്ന രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ സ്കെയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിരിക്കുക. ഇത് സ്റ്റിച്ചിങ്ങിൽ അത്യാവശ്യമാണോ അല്ലയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമുക്ക് ഇതൊക്കെ ജെൻസിന് ഷർട്ട്, പാൻസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്നതിനാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ലേഡീസ് ടൈലറിങ് ആവുകൊണ്ട് എനിക്ക് അത്ര ഡീപ്പായിട്ട് അറിഞ്ഞുകൂടാ. എന്നാലും ഈ ഒരു ഭാഗമൊക്കെ ഉണ്ടല്ലോ, അതായത് കർവായിട്ട് നമുക്ക് എവിടെ കട്ട് ചെയ്യേണ്ടി വരുമോ, മാർക്ക് ചെയ്യേണ്ടി വരുന്നുവോ ആ ഭാഗത്ത് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് സാധാരണ ചോക്കും ഉപയോഗിച്ചിട്ട് നമ്മൾ അളവ് മാർക്ക് ചെയ്യുമ്പോൾ അത് വെച്ചിട്ട് തന്നെ നമുക്ക് കർവ് സ്മൂത്തായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. എങ്കിലും കറക്റ്റ് ഷേപ്പ് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നു. പിന്നെ നമുക്ക് ലേഡീസിന് കൂടുതലും ആവശ്യം വരുന്നത് ഈ ഒരു സ്കെയിലാണ്, ഈ ഒരു കർവ് സ്കെയിലാണ്. അപ്പോൾ ഇത് ചുരിദാറിൻ്റെ ഷേപ്പ് ഭാഗം, കൈക്കുഴി മുതൽ സ്ലിറ്റ് വരെയുള്ള ആ ഒരു ഷേപ്പ് ഭാഗം ഈ ഒരു കർവ് ഷേപ്പ് വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതുകൂടാതെ സാരി ബ്ലൗസിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതൊക്കെ ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുമല്ലോ, ഈ ഒരു പീസ് നമ്മൾ തുണി കട്ട് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു ഷേപ്പ് കിട്ടാനായിട്ട് ഈ സ്കെയിൽ ഇതുപോലെ വെച്ചിട്ട് ഉപയോഗിക്കാം. അതുകൂടാതെ ചുരിദാറിൻ്റെ ഏറ്റവും താഴെയുള്ള ഭാഗം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യും. അപ്പോൾ അവിടെ ഒരു കർവ് ഷേപ്പ് വേണമെങ്കിൽ ഈ സ്കെയിൽ വെച്ച് ഉപയോഗിക്കാം. അപ്പോൾ റിക്വസ്റ്റ് വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു സ്കെയിലൊന്നും സ്റ്റിച്ചിങ്ങിന് മസ്റ്റല്ല, ലേഡീസ് ടൈലറിങ്ങിന് അത്ര മസ്റ്റല്ല. കാരണം സാരി ബ്ലൗസും ചുരിദാറും ഫ്രോക്കും ഗൗണും എല്ലാം മെഷറിംഗ് ടേപ്പും ചോക്കും വെച്ചിട്ട് തന്നെ നമ്മൾ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. എന്നാൽ കൂടി നമ്മുടെ ടേബിളിൽ ഇതൊക്കെ വേണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു റിക്വസ്റ്റഡ് വീഡിയോ വന്നതുകൊണ്ട് ചെയ്തതാണ്. അപ്പോൾ കാര്യങ്ങൾ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം കേട്ടോ.